ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി മാർക്കറ്റ് റൗണ്ട് അപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ബഡ്ജറ്റിന് മുമ്പുള്ള ശാന്തത എന്നൊക്കെ പറയാൻ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് മാർക്കറ്റാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഒരു പ്രോഫിറ്റബിൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു മൊമെൻറ്റം കിട്ടിയിട്ട് സത്യം പറഞ്ഞാൽ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് രണ്ടാഴ്ചയായെന്ന് പറയുന്ന അവസ്ഥയിലാണ് ആസ് എ ട്രേഡർ എന്ന നിലയിൽ എനിക്ക് തരാമെന്നുള്ള കാര്യം. ഞാൻ കഴിഞ്ഞ 4 ദിവസമായി ട്രേഡ് ചെയ്തിട്ട് ഒരു ട്രേഡ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എടുക്കുന്നില്ല. കാരണം ഈ എന്തിന് വെറുതെ എടുത്ത് പണി വാങ്ങിച്ചു പിടിക്കുന്നത്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വിക്സിൻ്റെ പ്രൈസ് കൂടി മാർക്കറ്റ് താഴേക്ക് അടിച്ചിട്ട് വിക്സിൻ്റെ പ്രൈസ് കൂടി മാർക്കറ്റ് തിരിച്ച് കയറി അവിടെ നിന്ന് അടിച്ച് വീണ്ടും ഇറങ്ങിയിട്ട് എന്ത് പറ്റി? വിക്സ് ഇറങ്ങിയപ്പം വിക്സ് ഇറങ്ങി, മാർക്കറ്റ് ഇറങ്ങിയപ്പോഴും വിക്സ് ഇറങ്ങിയിരുന്നു. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നിന്ന് ഏകദേശം പറഞ്ഞാൽ 350 നിന്ന് ഒറ്റയടിക്ക് 170 വരെ ഏകദേശം പറഞ്ഞാൽ നിഫ്റ്റി ഒരു 80-70 പോയിന്റുള്ള നിഫ്റ്റി ഇറങ്ങിയിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും വിക്സ് കയറിയിട്ടില്ല. ചുരുക്കി പറഞ്ഞ ആസ് എൻ ഓപ്ഷൻ ബയർ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലർ എന്ന നിലയിൽ നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ട്രേഡബിൾ ആക്ഷൻസ് കിട്ടാത്ത ഒരു ദിവസം കൂടെ ആയിരുന്നു നിഫ്റ്റിയിൽ. ഇന്ന് കാലത്ത് നിഫ്റ്റി പല പുട്ട് ഓപ്ഷനിൽ വന്ന ഹൈ വൈകിട്ട് ലോ ബ്രേക്ക് ചെയ്ത സമയത്ത് കൂടെ വന്നിട്ടില്ല. മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്ത് കൂടെ പുട്ട് ഓപ്ഷൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മോർണിംഗ് വന്ന. സോ അതിനർത്ഥം വിക്സ് കൂടെ ഇന്ന് നമുക്ക് സപ്പോർട്ടീവ് അല്ലാതെ ഇതിലായിരുന്നു നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് അവസാനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇന്നൊരു വീക്കിലി ക്ലോസിംഗ് നടന്നു. ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്കാണ് നിഫ്റ്റിക്ക്. അതായത് നിഫ്റ്റിക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം ഡൗണും ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ, ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് ഡൗൺ എന്ന രീതിയിൽ പറയാം. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ വീക്കും ആയിരുന്നു. ചുരുക്കി പറഞ്ഞ നിഫ്റ്റിയാണ് ചതിച്ചത് ആശാനെ. നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു. ഒരു ട്രെൻഡബിൾ ട്രേഡബിൾ ആക്ഷൻസ് തരാത്തൊരു മാർക്കറ്റായിരുന്നു. ഇതാണ് തിങ്കളാഴ്ചത്തെ ഹൈ. നമ്മൾ മാർക്കറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. തിങ്കളാഴ്ചത്തെ ഹൈക്ക് മുകളിൽ പോയി 23,449 460 പോയി തിരിച്ച് ആ ദിവസം തന്നെ തിങ്കളാഴ്ചത്തെ ലോയും ബ്രേക്ക് ചെയ്തു, താഴേക്കിറങ്ങി. ഇന്ന് വീണ്ടും പറയുകയാണെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വിത്ത് എ വീക്കിലി FA അറ്റ് ഹൈ 23,461 ഭാഗത്ത് നിഫ്റ്റി ഫ്യൂച്ചറിൽ വീക്കിലി FA വന്നിരിക്കുകയാണ്. അതായത് വീക്കിലി ഫെയിൽഡ് ഓപ്ഷൻ തന്ന് ഓൾമോസ്റ്റ് വീക്കിലി ടാർഗറ്റൊക്കെ കിട്ടിയോ സംശയമാണ്. നോക്കണം. കാരണം ATR നമുക്ക് അടിച്ചു നോക്കുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റിയിൽ വീക്കിലി FA ഉണ്ട്. ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയതുകൊണ്ട് അവനിൽ ഒരു വീക്കിലി FA ഡൗൺ വീക്ക് ആയതുകൊണ്ട് വീക്കിലി FA അവനില്ല. നിഫ്റ്റിക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ വീക്കിലി FA ഉണ്ട്. ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഈ ആഴ്ച ഇന്ന് വൈകിട്ട് വന്ന നമ്മുടെ ബാങ്ക് ഗ്രോത്ത്, ഇന്ന് വൈകിട്ട് നമ്മുടെ മാർക്കറ്റിൽ വന്ന അതായത് നമ്മുടെ ബാങ്ക് ലോൺ ഗ്രോത്ത് വന്ന 11.2 നിന്ന് 11.5, അത് പോസിറ്റീവായ കാര്യമാണ്. ഡെപ്പോസിറ്റ് ഗ്രോത്ത് 9.8 നിന്ന് 10.8 ആയി. പക്ഷേ FX റിസർവ് വന്ന് 625.87 ബില്യൺ നിന്നും 623.98 ബില്യൺ. അത് കുറച്ച് കുറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ലോൺ ഗ്രോത്ത്, ബാങ്ക്സിൻ്റെ ലോണും ഡെപ്പോസിറ്റ് ഗ്രോത്തും കൂടിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായ ഒരു സൈനും കൂടെയാണ് ഇന്നത്തെ വൈകിട്ട് മാർക്കറ്റ് അവസാനിച്ചപ്പോൾ. ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് തിങ്കളാഴ്ച വന്ന ചൈനീസിൻ്റെ മാനുഫാക്ചറിങ് PMI ഉണ്ട്. അന്ന് തന്നെ നമ്മുടെ അമേരിക്കയുടെ ഹോം സെയിൽസും ബിൽഡിംഗ് പെർമിറ്റും ഉണ്ട്. ട്യൂസ്ഡേ ആണെങ്കിൽ നമ്മൾ അമേരിക്കയിൽ തന്നെ കൺസ്യൂമർ കോൺഫിഡൻസിന് ഡേറ്റ ഉണ്ട്. വെനസ്ഡേ ഫെഡ് അറ്റ്ലാന്റിക് GDP ഉണ്ട്. തേഴ്സ്ഡേ ജർമ്മൻ GDP, യൂറോ GDP, US GDP ഉണ്ട്. ഫ്രൈഡേ ആണെങ്കിൽ ഫെഡിൻ്റെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ FX റിസർവിനെ കുറിച്ചുണ്ട്. പിന്നെ US-ൻ്റെ കോർ PCE പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ചും ചിക്കാഗോ PMI കുറിച്ചും ഫെഡ് അറ്റ്ലാന്റ GDP, ഇത്രയും കാര്യങ്ങൾ ഈ വരാൻ പോകുന്ന ഫ്രൈഡേ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലെസ് ആക്റ്റീവ് ന്യൂസ് ആക്ഷനുള്ള ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ. ഏറ്റവും വലിയ കാര്യം, ഈ വരുന്ന ശനിയാഴ്ചയുടെ അടുത്ത ശനിയാഴ്ച ഫെബ്രുവരി 1-ാം തീയതി നമ്മുടെ യൂണിയൻ ബഡ്ജറ്റാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ വരാൻ പോകുന്ന യൂണിയൻ ബഡ്ജറ്റ്. ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റിൻ്റെ അന്ന് നമ്മുടെ മാർക്കറ്റ് എങ്ങനെ പോവില്ലെന്നൊക്കെ നോക്കണമല്ലോ. അത് നമുക്ക് വ്യക്തമായി നോക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ സ്ട്രക്ചർ പ്രകാരം ഇരിക്കുകയാണെങ്കിൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ
ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ അല്ല, പകരം ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്ക് ആയിരുന്നു നിഫ്റ്റിയിൽ സംഭവിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 23,500ൻ്റെയും 23,120 ആ ഒരു 100ൻ്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചതിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ ഒരു റേഞ്ചിനും അകത്ത് കിടന്ന് ആശാൻ കളിക്കുന്നതല്ലാതെ വലിയൊരു മൂവ്മെൻറ്റും തന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ 10-ാം തീയതി ലാസ്റ്റ് ക്ലോസ് ചെയ്ത സമയത്ത് നമ്മുടെ മാർക്കറ്റ് 23,613 ഭാഗത്തൊക്കെയാണ് ക്ലോസ് ചെയ്തത്, 500 ഭാഗത്ത്. അവിടെ നമ്മൾ ഗ്യാപ് ഡൗൺ ഓപ്പണിങ് വന്നതിന് ശേഷം ആ ഒരു ക്ലോസിങ്ങിൻ്റെ പ്രൈസിൻ്റെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് പോലും തന്നിട്ടില്ല. നിഫ്റ്റി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇതേ റേഞ്ചിൽ തന്നെ കിടന്നിട്ടുള്ളത്. ഞാൻ 2 ദിവസത്തെ പ്രൊഫൈലിനും 2 വീക്കിലി പ്രൊഫൈലും ഞാൻ മെർജ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം നിഫ്റ്റിയുടെ POC വന്നിരിക്കണം 23,269ൻ്റെ ഭാഗത്തും, വാല്യൂ ഏരിയ ഹൈ വന്നിരിക്കണം, റേഞ്ച് വന്നിരിക്കണം 23,337, 23,156 എന്ന് പറഞ്ഞ ആ റേഞ്ച് വെച്ച് POC വന്നിരിക്കണം 23,268. നമ്മൾ ഇന്നും കഴിഞ്ഞ 23,114 എന്ന് പറഞ്ഞാൽ ആ ഇമ്പോർട്ടൻ്റ് ഭാഗത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു മാറ്റവും നമ്മളെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ വീക്കിലി ബാഡ് ക്ലോസിംഗ് ആയി നിൽക്കുകയാണ്. നമ്മുടെ വാല്യൂ ഏരിയ ലോ എന്ന് പറഞ്ഞാൽ 23,156 താഴെയാണ് അപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ചുരുക്കി പറയുന്നതാണ്, ഒരു ബാഡ് ക്ലോസിംഗ് ആണ്. നമുക്ക് നോക്കേണ്ടത് നാളെ മാർക്കറ്റ് ഇതാണ് നമ്മുടെ ബെയറിഷ് റഫർ 23,072 എന്ന് പറഞ്ഞാൽ ഈ ബെയറിഷ് റഫറൻസിന് താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ 22,789 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താണ്, ഇപ്പോൾ 23,070 താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 22,788 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ഇനി ഒരു ബുള്ളിഷ് മൊമെൻറ്റം പറയുകയാണെങ്കിൽ 23,408 എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു 23,408 എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് സെല്ലിംഗ് ഏറ്റവും കൂടുതൽ വന്ന ഏരിയ 23,408 ആണ്. അപ്പം 23,408 എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ മാത്രം ഒരു ബൈയിങ് എടുക്കാനും, ആ ബൈയിങ് ഈ POC അതായത് 23,644 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്കിനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ആഴ്ച 2 ആഴ്ചയായിട്ട് നമ്മുടെ മാർക്കറ്റ് ബാലൻസ് ആണ്. അതായത് ശാന്തത എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ബാലൻസ് ആണ്. സോ ചുരുക്കി പറഞ്ഞാൽ ബാലൻസ് 2 ആഴ്ചയായി കണ്ടിന്യൂ ചെയ്യാണ്. സോ ദർ ഈസ് എ ഹയർ ചാൻസ് ഓഫ് എ ഇംബാലൻസ് മൂവ്. വളരെയധികം ഇംബാലൻസ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് അറിയാം 49,600ഉം 48,000 എന്ന് പറയുന്നത് 700 എന്ന് പറഞ്ഞാൽ 1,400 പോയിന്റിൻ്റെ ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിയത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു റേഞ്ചിനും ഇടയ്ക്കാണ് ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റിയുടെ എക്സാക്ട് റേഞ്ച് എന്ന് പറയുമ്പോൾ വാല്യൂ ഏരിയ ഹൈ, വാല്യൂ ഏരിയ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 49,120നും 48,450 ഇടയ്ക്കുള്ള ഭാഗത്താണ് ഈ ആശ കിടന്ന് കളിക്കുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വീക്കിൻ്റെ പ്രൊഫൈലിൽ മെർജ് ചെയ്തു. കാരണം കഴിഞ്ഞ 11 ദിവസമായിട്ട് 10 ദിവസമായിട്ട് നിഫ്റ്റി ബാലൻസ് പറഞ്ഞതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ബീസ്റ്റിൻ്റെ ബീസ്റ്റും വളരെയധികം ശാന്തമായ രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബീസ്റ്റിൻ്റെ ക്ലോസിങ്ങും വളരെ ഒരു പ്രോമിനൻറ്റ് ക്ലോസിംഗ് ആണ്. ഡിമാൻഡിൻ്റെ 48,000 എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ഞാൻ പറയാം 40,000 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാരാമീറ്ററിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. സോ ആസ് ലോങ് ആസ് 48,000 എന്ന് പറഞ്ഞ ലെവൽ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ചെയ്യുമെങ്കിൽ റിവേഴ്സൽ റാലിക്കുള്ള പോസിബിലിറ്റിയെ ഞാൻ കാണുന്നുള്ളൂ. 48,000 താഴെ മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ 47,400ഉം അതിന് താഴെ 46,000 എത്രയാണ് 46,340ൻ്റെ ഭാഗം വരെ വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 48,000 താഴെ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 47,460ഉം അതിന് താഴെ 46,340ൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബൈയിങ് എന്ന് പറയണമെങ്കിൽ 49,200 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അവന് വേണമെങ്കിൽ ഇത്തവണ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയുള്ള അതായത് നിഫ്റ്റിയുടെ നമ്മുടെ ഫസ്റ്റ് വീക്ക് ഓഫ് ജാനുവരിയുടെ POC ആയ ബാങ്ക് നിഫ്റ്റിയുടെ POC ആയ 50,390 5390യുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 49,200 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 49,706ഉം അതിന് മുകളിൽ ഈ POC 50,390 എന്ന് പറഞ്ഞ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. സോ 2 ആഴ്ചയായിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഏകദം ഒരേ റേഞ്ചാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരേ റേഞ്ച് കിടന്ന് കളിക്കുകയാണ്. സോ അത് പ്രകാരം ബാലൻസിങ്ങിൻ്റെ ഒരു
നല്ലൊരു ഘട്ടം. കാരണം ഇത് പ്രത്യേകിച്ച് വലിയൊരു ഈവൻറ്റ് നമ്മളെ മാർക്കറ്റ് വരാൻ പോവുകയല്ലേ. സോ ആ ഈവൻറ്റ് മാർക്കറ്റ് വരുന്നത് കൊണ്ട് മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് തരണമല്ലോ. ഒന്നുകിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട്. നിഫ്റ്റി മുകളിലോട്ട് കയറാൻ നോക്കി നടക്കുന്നില്ല, താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ക്ലോസിംഗ് വളരെ ഡേഞ്ചറാണ്. സോ അടുത്ത തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു, എവിടെ ക്ലോസ് ചെയ്യുന്നത് പോലെ വച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ ബാക്കിയുള്ള മുന്നേറ്റം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,070, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 48,000 നമ്മുടെ ലക്ഷ്മണ രേഖയാണ്. 48,000 പൊട്ടുകയാണെങ്കിൽ 47,000 അത് 46,300 വരെ പോകാൻ ചാൻസ് ഉണ്ട്. നിഫ്റ്റിക്ക് അതേപോലെ 23,070 പൊട്ടി വരികയാണെങ്കിൽ 22,800, 850, 788 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഞാനിപ്പോൾ യൂട്യൂബിൽ ലൈവ് വന്ന് തുടങ്ങി. ഇപ്പം ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പം അത് പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്ന വീക്കിലും ബഡ്ജറ്റ് അന്നൊക്കെ യൂട്യൂബിൽ ലൈവിൽ ഫുള്ളായിട്ട് ഞാൻ കാണുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ഓഫീസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഓഫ്ലൈൻ സെഷൻസ് ഒക്കെ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓഫ്ലൈൻ സെഷൻസ് അതായത് നമ്മുടെ ഈ സിസ്റ്റം സെറ്റപ്പ് എല്ലാം പഠിപ്പിച്ച് ട്രേഡ് ചെയ്യിപ്പിക്കുന്നതും. അതുകൂടാതെ നിങ്ങളൊരു പ്രൊഫഷണൽ ട്രേഡർ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് ഇരുന്ന് ട്രേഡ് ചെയ്യണം, നമ്മുടെ സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് കാണണം, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം, ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ വരിക, നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം. മാർക്കറ്റിലെ ടെൻഷൻസിനെ ഒരുമിച്ചിരുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് നേർന്നുകൊണ്ട് ടേക്ക് കെയർ, ബൈ ബൈ.